അപ്പം മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് ചെടികളൊക്കെ നല്ലോണം തലയുയർത്തി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഒരു വ്യൂ ആണ് ഇത്. മുറ്റത്ത് 2 സൈഡിലും ഞാൻ നിറയെ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോ സൈഡിലും 2 സ്റ്റെപ്പിലായിട്ട് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഇതാ അമ്മമ്മയും മോനും കൂടി ഇരുന്ന് കളിയാണേ. അപ്പോൾ ഇതാ ഒരാൾ പനിയായതുകൊണ്ട് സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും കുറേ ദിവസമായി നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട്. കുറേ ആയി, മഴയായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉഷാറോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ഒരുപാട് ചവറുകളെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും വിചാരിച്ചു നല്ല കാലാവസ്ഥ, അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു മോശം ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെടികളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗാർഡനിലേക്ക്. അപ്പോൾ ഇതൊരു ചെറിയ ഭാഗമാണ് കേട്ടോ എൻ്റെ ഗാർഡൻ്റെ. അപ്പോൾ ഇതാ ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ എന്തെല്ലോ പറയുന്നുണ്ട്. പിന്നെ ഞാനും വിചാരിച്ചു അവൻ്റെ ഒരു സന്തോഷമല്ലേ, അപ്പോൾ അവനെയും കൂടെ അതിൽ ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ചു കുറേ ചപ്പും ചവറുകളും മാത്രമല്ല കുറേ പുല്ലുകളും അതുപോലെ തന്നെ എന്തെല്ലോ കാടുകളൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ നിറയെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നല്ല കാലാവസ്ഥയും അപ്പോൾ കുറച്ചെല്ലാം ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതാ നിറയെ ചെടികൾ നല്ല പച്ചപ്പോടെ നിൽക്കുന്നുണ്ട്. അപ്പം മഴ പെയ്ത് കുറച്ച് മഴയൊക്കെ നിന്നൊരു വെയിലൊക്കെ വന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ചെടികളുടെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവുക. ഞാനിതാ നമ്മുടെ ഈ ഒരു മുൻപ് എൻട്രിയുടെ 2 സൈഡിലായിട്ട് നിറയെ ആന്തൂറിയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആന്തൂറിയല്ല, നമ്മുടെ ഓർക്കിഡ് എന്നും പറയും. അതുപോലെ ഇതിൽ നിറയെ പലതരത്തിലുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇത്. ആന്തൂറിയം എൻ്റെ അടുത്ത് വേറെ കളക്ഷൻ ഉണ്ട്, മാറിപ്പോയതാട്ടോ. അപ്പോൾ ഇതാ ഗ്രൗണ്ട് ഓർക്കിഡ് വയലറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല കളറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും പൂക്കൾ കുറവാണ് മഴയായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോശം ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ചു അതൊക്കെ ഒന്ന് വൃത്തിയാക്കാവുന്നതാ. എൻ്റെ ഒരു ചെടി കണ്ടോ, നല്ല അടിപൊളി പൂവാട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഒന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിറച്ച് പൂത്തിട്ടുണ്ട്. ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് നട്ടതാട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ച പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൊണ്ടിട്ടു. ഇനിയിപ്പോൾ എന്തായാലും വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വൈകുന്നേരം വെയിലൊക്കെ പോയിട്ട് നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെക്കണം. ഒരു ദിവസം ഞാൻ എൻ്റെ ഗാർഡൻ ടൂറ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്